ഈ കാലമുഖ താന്ത്രികരുടെ മുഖത്തെഴുത്ത് ഈ ഭസ്മമൊക്കെ പൂശി അവർ ഓരോ ചിഹ്നങ്ങൾ ധരിച്ചായിരിക്കും നടക്കുന്നത്. അപ്പം അത് തീ കൂട്ടിയിട്ട് തീയിൽ ചാടുന്ന ഉഗ്രമായിട്ടുള്ള ആരാധനാ രീതികൾ, അതുപോലെ തന്നെ മദ്യവും ഒക്കെ ഉപയോഗിക്കുന്ന ദേവന്റെ ഭാവനയിലേക്ക് കയറി നിന്നിട്ട് നമ്മൾ ഈ പറയത്തില്ലേ, നമ്മുടെ ഈ തെയ്യമൊക്കെ സംസാരിക്കുന്ന പോലെ ഇവർ പണ്ട് ഇവരുടെ ആരാധനാ രീതികളിൽ ഇതെല്ലാം വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ രാത്രിയിലെ ആരാധനാ രീതികൾ താന്ത്രികതയുടെ മറ്റ് കൾട്ടുകളിലുള്ള പോലെ നിയമങ്ങളൊന്നും പാലിക്കാത്ത ഒരു രീതി, ഇവരുടേതായ ഒരു നിയമങ്ങളും ഒരു രീതിയുണ്ട്. ഇതൊക്കെ പ്രത്യേകിച്ച് ഈ കാപാലിക ശൈവസത്തിലെ പല ടെക്സ്റ്റുകളും നമുക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാവും. ആ ടെക്സ്റ്റുകളിലുള്ള പല കാര്യങ്ങളും നമ്മുടെ ഫോക്ലോറുകളിൽ ധാരാളം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കാലമുഖ കാപാലിക ശൈവസത്തിൻ്റെ ഒരുപാട് ഇൻഫ്ലുവൻസസ് നാട്ടാചാരങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഫോക്ലോറുകളെ കുറിച്ച് പുതുതായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഇത് ദ്രാവിഡമെന്നും ആര്യമെന്നൊന്നും പറഞ്ഞ് തിരിക്കാതെ ഇതൊക്കെ തന്ത്രത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള കൾട്ടുകളുടെ ഭാഗമാണ് എന്ന് തിരിക്കും. ആര്യവും ദ്രാവിഡവും എന്നും പറഞ്ഞ് തരംതിരിച്ച് നമ്പൂതിരിയെന്നും നായരെന്നും താഴെയുള്ളവരും അങ്ങനെ തിരിച്ച് സന്യാസമെന്നും അല്ലെങ്കിൽ ആദിമാർഗിയെന്നൊക്കെ തരംതിരിച്ച് പൊളിറ്റിക്കലി ഒരു സംഘർഷം ഉണ്ടാക്കുന്നതിൽ എത്രയോ നല്ലതാണ്. നമുക്ക് ചുറ്റുപാടുള്ളവർ എന്ത് വിചാരിച്ചിട്ട് അവിടെ പലതും കാണും, സമൂഹത്തിൽ എന്നും ഇതൊക്കെ കാണും. നമുക്ക് ഇതെല്ലാം ഭഗവാൻ മഹാദേവൻ്റെ മുഖത്തു നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങളാണെന്നും അതാത് കാലങ്ങളിൽ നിലനിൽക്കേണ്ടപ്പം നിലനിൽക്കുമെന്നും നശിക്കേണ്ടപ്പം നശിക്കുമെന്നും മാറ്റം വരേണ്ടപ്പം മാറ്റം വരുമെന്നും നമ്മളെക്കാട്ടിലും കൂടുതൽ ഇത് ഉത്ഭവിച്ച മഹാഗുരുവായിട്ടുള്ള സ്വച്ഛന്ത ഭൈരവനായിരിക്കുന്ന ആദി മഹാദേവന് പരാസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ അതറിയാമല്ലോ. അപ്പം നമ്മൾ അതിനകത്ത് പൊളിറ്റിക്കൽ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനേക്കാളിലും ഏറ്റവും നല്ലത് ജാതിയും മതവും ആരാധനാ രീതികളും ഒക്കെ പറഞ്ഞ് ആര്യനിൽ നിന്നും ദ്രാവിഡനിൽ നിന്നും ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിലുള്ള അപകർഷതാബോധത്തെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നതിലും നല്ലത് ഈ വിഷയങ്ങളൊക്കെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. കുറ്റം പറയാൻ പറ്റത്തില്ല, കടന്നു വന്ന കുറേ കാലങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. എന്നാൽ പോലും ഇന്ന് ഇതിനെല്ലാം പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാൻ ഇഷ്ടം പോലെ സാധ്യതകളും ഉണ്ട്.